friends, welcome back to Love English with Sil. We were discussing the Stuart era, right? So far, we have seen the downfall of Charles I and the emergence of Oliver Cromwell as the Lord Protector of England, right? And what happened after that? We stopped at a point where we mentioned about the restoration of Charles II onto the British throne. Today, in this 7th part of our video lecture series on the social history of England, we are trying to dive into the history of Britain at the time of the Restoration and after that. Anyway, let's begin our today's session. Come on, let's get started. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സ്റ്റുവേർട്ട് റൂളിൻ്റെ ഒരു റീസ്റ്റാർട്ടിംഗ് ആണ്. അതായത് ദ റെസ്റ്റോറേഷൻ ഓഫ് ദ മൊണാർക്കി മുതലാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് മുതൽ ഏതുവരെയാണെന്ന് വെച്ചാൽ ദ എൻഡ് ഓഫ് ദ സ്റ്റുവേർട്ട് ഇയറ. സ്റ്റുവേർട്ട് ഇയറ റീസ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് അത് കുറച്ച് റൂളേഴ്സൊക്കെ വന്നു പോകുന്നു, അതിനുശേഷം ആ ഒരു പീരീഡ് എൻഡ് ചെയ്യുന്നു, സ്റ്റുവേർട്ട് ഇയറ എൻഡ് ചെയ്യുന്നത് വരെ. അതായത് 1660 മുതൽ 1714 വരെയുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നോക്കാമല്ലോ എന്താണ് റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് 1660-ലാണ്. സോ നമുക്കറിയാം ചാൾസ് സെക്കൻഡ് വാസ് ഇൻവൈറ്റഡ് ടു റിട്ടേൺ ടു ഇംഗ്ലണ്ട്, അല്ലേ? ചാൾസ് സെക്കൻഡിനെ നമ്മൾ ഇംഗ്ലീഷ് ത്രോണിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഒരു പീരീഡ് എന്ന് വെച്ചാൽ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ജനങ്ങൾക്ക് കിട്ടിയ ഒരു പീരീഡാണ്. അതുപോലെ കിങ്ങും ഒരു ലാവിഷ് ലൈഫാണ് നയിച്ചിരുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ നമ്മൾ മെറി മൊണാർക്ക് എന്നാണ് വിളിക്കുന്നത്, മെറി മൊണാർക്ക്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചാൾസ് സെക്കൻഡിനെ റെസ്റ്റോർ ചെയ്തതിനൊപ്പം പ്രധാനമായിട്ടും 3 ചേഞ്ചസ് ആണ് സമൂഹത്തിൽ ഉണ്ടായത്, ബ്രിട്ടീഷ് സൊസൈറ്റിയിൽ ഉണ്ടായത്. ഒന്നാമത്തത് പൊളിറ്റിക്കൽ ചേഞ്ച് ആണ്, രണ്ടാമത്തത് എക്ലസിയാസ്റ്റിക്കൽ ചേഞ്ച്, മൂന്നാമത്തത് സോഷ്യൽ ചേഞ്ച്. എന്താണ് പൊളിറ്റിക്കൽ ചേഞ്ച്? അതായത് നമ്മൾ കിങ്ങിനെ റിസ്റ്റോർ ചെയ്തു, റിസ്റ്റോർ ദ കിങ് ആൻഡ് ദ പാർലമെൻറ്റ്. കിങ്ങിനെ കൊണ്ടുവന്നു, പാർലമെൻറ്റിനെയും തിരിച്ചു കൊണ്ടുവന്നു. ഒപ്പം തന്നെ പാർലമെൻറ്റിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ലോസിനെയും തിരിച്ച് കൊണ്ടുവന്നു, റിസ്റ്റോർ ചെയ്തു. ഓക്കെ, റിസ്റ്റോർ ചെയ്തു. എന്നിട്ടോ നമ്മൾ അതുവരെ കണ്ട ഒലിവർ ക്രോംവെല്ലും റിച്ചാർഡ് ക്രോംവെല്ലും കൊണ്ടുവന്ന മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിനെ എടുത്തു കളഞ്ഞു. ഓക്കെ, ഇപ്പം നമുക്കറിയാം മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കിങ് വന്നു, പാർലമെൻറ്റ് വന്നു, പാർലമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ലോസ് വന്നു. ഓക്കെ, അതാണ് പൊളിറ്റിക്കൽ ചേഞ്ച്. ഇനി അടുത്തതാണ് എക്ലസിയാസ്റ്റിക്കൽ ചേഞ്ച് അഥവാ റിലീജിയസ് ചേഞ്ച്. നമുക്ക് കാണാം പൊസിഷൻ ഓഫ് ദ ബിഷപ്പ്, പ്രയർ ബുക്ക്, ആംഗ്ലിക്കൻ ചർച്ച് ഇതെല്ലാം തന്നെ റിസ്റ്റോർ ചെയ്യപ്പെട്ടു. ഏതിന് പകരം? പ്യൂരിറ്റാനിസത്തിന് പകരം. ഒലിവർ ക്രോംവെൽ ഉയർത്തിപ്പിടിച്ച റിലീജിയസ് കോൺസെപ്റ്റ് ആയിട്ടുള്ള പ്യൂരിറ്റാനിസത്തിന് പകരമായി എന്ത് വന്നു? ആംഗ്ലിക്കൻ ചർച്ച് വന്നു, പ്രയർ ബുക്ക് വന്നു, പൊസിഷൻ ഓഫ് ദ ബിഷപ്പും റിസ്റ്റോർ ചെയ്യപ്പെട്ടു. ഇനി അടുത്ത മൂന്നാമത്തെ ചേഞ്ച് എന്തായിരുന്നു? ഇറ്റ് റിസ്റ്റോർഡ് ദ നോബിൾസ് ആൻഡ് ദ ജെൻട്രി. ഇംഗ്ലീഷ് നോബിൾ ക്ലാസ്സിനെ എന്ത് ചെയ്തു? തിരിച്ചു കൊണ്ടുവന്നു. അവരുടെ ഒരു ഹെറിഡിറ്ററി പൊസിഷനെ നമ്മൾ ഇവിടെ റിസ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെസ്റ്റോറേഷൻ എന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ, ഇംഗ്ലീഷ് സമൂഹത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചസ്. ഓക്കെ, നമുക്ക് കാണാം ഇതാണ് ചാൾസ് സെക്കൻഡ്, അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രോയിങ് ആണിത് കേട്ടോ. മൂവിങ് ഓൺ. ഓക്കെ, ചാൾസ് സെക്കൻഡിൻ്റെ പീരീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമനിർമ്മാണമായിരുന്നു ഈ ക്ലാരൻഡൻ കോഡ് എന്ന് പറയുന്നത്. ക്ലാരൻഡൻ കോഡ് എന്ന് വെച്ചാൽ പ്രധാനമായും 4 പീനൽ ലോസ് കളക്റ്റീവ്ലി ചേർന്നിട്ടുള്ള ഒരു വലിയൊരു നിയമം, അതാണ് ക്ലാരൻഡൻ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ 4 penal laws were collectively known as Clarendon Code. It was named after Charles II's chief minister, Edward Hyde. Edward Hyde was the first Earl of Clarendon. ക്ലാരൻഡനിലെ ഫസ്റ്റ് ഏൾ ആയിരുന്നു എഡ്വേർഡ് ഹൈഡി. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ക്ലാരൻഡൻ കോഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണാർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്തായാലും ക്ലാരൻഡൻ കോഡ് എന്ന് വെച്ചാൽ 4 പീനൽ ലോസ് ആണല്ലോ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ദ കോർപ്പറേഷൻ ആക്ട്. ദ കോർപ്പറേഷൻ ആക്ട് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1661. എന്താണ് ഈ ഒരു ലോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നോക്കാം. ദ എഫക്റ്റ് ഓഫ് ദിസ് ലോ വാസ് ടു എക്സ്ക്ലൂഡ് നോൺ കൺഫേമിസ്റ്റ്
ഫ്രം പബ്ലിക് ഓഫീസ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാവിധ പബ്ലിക് ഓഫീസസിൽ നിന്നും നോൺ കൺഫേമിസ്റ്റുകൾ അഥവാ പ്യൂരിറ്റൻസ് അഥവാ ഡിസെൻഡേഴ്സ് ഇവരെ എന്ത് ചെയ്യുന്നു? എക്സ്ക്ലൂഡ് ചെയ്യുന്നു, പുറത്താക്കുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ലോസിനെ അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പവേഴ്സിനെയും എന്ത് ചെയ്യുന്നു? പിടിച്ചെടുക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്നു. അതായത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസുകളിലും ആരുണ്ടാവാൻ പാടില്ല? പ്യൂരിറ്റൻസ് ഉണ്ടാവാൻ പാടില്ല. പകരം അതെല്ലാം തന്നെ ആ ഒരു പൊസിഷൻസ് എല്ലാം തന്നെ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ആംഗ്ലിക്കൻ ചേർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചു. ഓക്കെ, അതാണ് കോർപ്പറേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് 1662 ആയി. 1662 ലോ വരുന്നു, ദ ആക്ട് ഓഫ് യൂണിഫോമിറ്റി. ദ ആക്ട് ഓഫ് യൂണിഫോമിറ്റിയിലൂടെ നമുക്ക് കാണാം, ഇറ്റ് മെയ്ഡ് യൂസ് ഓഫ് ദ ബുക്ക് ഓഫ് കോമൺ പ്രയർ കമ്പൽസറി ഇൻ റിലീജിയസ് സർവീസ്. ചർച്ചുകളിൽ നടക്കുന്ന റിലീജിയസ് സർവീസിന് എല്ലാവരും ഉറപ്പായിട്ടും കമ്പൽസറി ആയിട്ടും ഏതൊരു ബുക്ക് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ? ദ ബുക്ക് ഓഫ് കോമൺ പ്രെയർ മാത്രമേ യൂസ് ചെയ്യാവൂ എന്നൊരു നിയമം കൊണ്ടുവന്നു. അതാണ് ദ ആക്ട് ഓഫ് യൂണിഫോമിറ്റി. അടുത്ത് എന്താണ് കോൺവെൻറ്റിക്കൽ ആക്ട് എന്ന് നോക്കാം. കോൺവെൻറ്റിക്കൽ ആക്ട് എന്ന് വെച്ചാൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 1664 ദ പേർപ്പസ് വാസ് ടു പ്രിവെൻറ്റ് ഡിസെൻഡിങ് റിലീജിയസ് ഗ്രൂപ്പ്സ് ഫ്രം മീറ്റിംഗ്. ഡിസെൻഡിങ് റിലീജിയസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ പ്യൂരിറ്റൻസ് പോലത്തെ ഗ്രൂപ്പ്സിനെയാണ് പറയുന്നത്. ഡിസെൻഡിങ് റിലീജിയസ് ഗ്രൂപ്പ്സ് ഒരിക്കലും തന്നെ എന്ത് ചെയ്യരുത്? അവർ പരസ്പരം ഇങ്ങനെ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഫോം ചെയ്ത് അവരുടേതായിട്ടുള്ള പ്രാക്ടീസസ് നടത്താൻ പാടില്ല. സോ മുമ്പൊക്കെ ആണെങ്കിൽ പ്യൂരിറ്റൻസ് ഒരു വീട്ടിൽ ഒത്തുകൂടി 5 അതിലധികമോ പേരൊക്കെ ഒത്തുകൂടി റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രീച്ച് ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. സോ ഈ ഒരു ലോ, കോൺവെൻറ്റിക്കൽ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ ഇത്തരത്തിലുള്ള എല്ലാ ഒരുമിച്ച് കൂടലുകളും കൂട്ടായ്മകളും ഒക്കെ തടയപ്പെട്ടു. ഓക്കെ, സോ ഇതിലൂടെ നമുക്ക് കാണാം പ്യൂരിറ്റൻസിൻ്റെ വളർച്ചയെ തടയുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇവിടെ ഉള്ളത്, അല്ലേ? ആൻഡ് വി ക്യാൻ സീ ദ 5 മൈൽ ആക്ട്. 5 മൈൽ ആക്ട് 1665 ഈ ഒരു ആക്ട് വരുന്നത്. സോ ഇറ്റ് ഫോർബേർഡ് നോൺ കൺഫേമസ് മിനിസ്റ്റേഴ്സ് ഫ്രം കമ്മിങ് വിത്തിൻ 5 miles ഓഫ് ഇൻകോർപ്പറേറ്റഡ് ടൗൺസ് ഓർ ദ പ്ലേസ് ഓഫ് ദെയർ ഫോമർ ലിവിങ്സ്. നമുക്കറിയാം ഗവൺമെൻറ് ഓഫീസസിൽ നിന്ന് പോലും നമ്മുടെ ഈ പറഞ്ഞ നോൺ കൺഫേമസ്ഡ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ ഓഫീസ് ബിയറേഴ്സിനെ എല്ലാവരും പുറത്താക്കിയിരിക്കുകയാണ്. സോ ഇവരെന്ത് ചെയ്യാൻ പാടില്ല? ഈ ഇൻകോർപ്പറേറ്റഡ് ടൗൺസിൻ്റെ 5 മൈൽ പരിധിക്കകത്ത് വരാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ചേർന്ന ഈ ഒരു 4 ലോസ് ചേർന്നിട്ടാണ് ക്ലാരൻഡൺ കോഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരിക്കുന്നത്. മൂവിങ് ഓൺ, ചാൾസ് സെക്കൻഡിൻ്റെ ഒരു റെയിൻ എന്ന് പറയുന്നത് 1660 മുതൽ 1685 വരെയാണ്. സോ ഈ ഒരു പീരീഡ് നമുക്ക് കാണാം, ഇറ്റ് ഈസ് റിമെമ്പേർഡ് ഫോർ ഇറ്റ്സ് റേസി കോഡ്, ദ റിവൈവൽ ഓഫ് തിയേറ്റേഴ്സ്, ദ ന്യൂ ഡെവലപ്മെൻറ്റ് ഇൻ ആർട്സ്, ഡെയിലി ലൈഫ് ആൻഡ് ആർക്കിടെക്ചർ. അതായത് നമുക്കറിയാം ഒലിവർ ക്രോംവെലിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള റൂൾസ് കൊണ്ട് ജനങ്ങൾക്ക് ഒരു വിധത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സും ഉണ്ടായിരുന്നില്ല, അല്ലേ? ഉണ്ടായിരുന്ന എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും ക്ലോസ് ഡൗൺ ചെയ്തൊരു പീരീഡ് കൂടിയാണ്, ലോക്ക്ഡൗൺ ചെയ്തൊരു പീരീഡ് കൂടിയാണ്. സോ ആഫ്റ്റർ ദാറ്റ് വന്നൊരു പീരീഡ് ചാൾസ് സെക്കൻഡ് എന്ത് ചെയ്തു? ഇതെല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് കൊടുത്തു, എല്ലാത്തരം എൻ്റർടൈൻമെൻറ്റ്സിനും സപ്പോർട്ട് ചെയ്ത് കൊടുത്തു, എല്ലാത്തിനും അനുമതി ഉണ്ടായിരുന്നു. സോ അതിലൂടെ നമുക്ക് കാണാം ജനങ്ങളെല്ലാം തന്നെ വളരെയധികം എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു റഷ് അതിന് വേണ്ടി കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആൻ എക്സ്ട്രീം റിയാക്ഷൻ വാസ് സെറ്റ് അഗെയിൻസ്റ്റ് ദ പ്യൂരിറ്റൻ മൊറാലിറ്റി. അതുവരെ ജനങ്ങൾ പിന്തുടരേണ്ടി വന്ന, അവർ ഫോഴ്സ്ഫുള്ളി പിന്തുടരേണ്ടി വന്ന, അവരുടെ മേൽ ഇമ്പോസ് ചെയ്യപ്പെട്ട പ്യൂരിറ്റൻ മൊറാലിറ്റി, ആ ഒരു കോൺസെപ്റ്റിനെതിരെ, പ്യൂരിറ്റൻ മൊറാലിറ്റിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം, അതിനെതിരെ ഒരു ശക്തമായ റിയാക്ഷൻ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാം. അതുപോലെ ഹണ്ടിങ്, ട്രാപ്പിംഗ്, സ്നെയറിങ്, ഗാംബ്ലിംഗ്, ഷൂട്ടിംഗ് പോലുള്ള എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവിടെ തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ് വാസ് റിവൈവ്ഡ് വിത്ത് എ വെഞ്ചിയൻസ്. ഇത്തരം എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ദേ വർ റിവൈവ്ഡ് വിത്ത് എ വെഞ്ചിയൻസ്. നഷ്ടപ്പെട്ടതിനേക്കാൾ വേഗത്തിൽ അല്ലെങ്കിൽ അവസാനിപ്പിച്ചതിനേക്കാൾ വേഗത്തിൽ അവയെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ വി ക്യാൻ സീ കൈൻഡ് ഓഫ് ലൈസൻഷ്യസ്നെസ് ഓഫ് ദ ആക്ട് ഓഫ് ദ ഏജ്. ഈ ഒരു പീരീഡിൽ എന്തും ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്നതായിട്ടും കാണാം. ലൈസൻഷ്യസ്നെസ്, അതായത് ഒരു കാര്യത്തിൽ ഒരു ലോലെസ്നെസ് നമുക്കിവിടെ കാണാം. ഓക്കെ, ഇറ്റ് ഓൾസോ സോ നോട്ടബിൾ സയൻറ്റിഫിക് അഡ്വാൻസസ് ഫോസ്റ്റേർഡ് ബൈ ദ റോയൽ സൊസൈറ്റി. സോ ഈ ഒരു സമയത്താണ് റോയൽ സൊസൈറ്റിയും സ്ഥാപിക്കപ്പെടുന്നത്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1662. സോ ഈ ഒരു റോയൽ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അതിലൂടെ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഈവൻറ്റ് 1665 ആയപ്പോൾ നടക്കുന്നുണ്ട്. അതെന്താണ്? ദ ഗ്രേറ്റ് പ്ലേഗ് ഓഫ് 1665.
നമുക്കറിയാം, നമുക്കൊരു 14-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനെ വളരെയധികം പിടിച്ചുലച്ച ഒരു സംഭവമായിരുന്നു ബ്യൂബോണിക് പ്ലേഗ് അഥവാ ബ്ലാക്ക് ഡെത്ത്, അല്ലേ? അപ്പോൾ ആ ഒരു വലിയ ഇൻസിഡൻറ്റ് ജനങ്ങളുടെ മനസ്സിൽ വളരെയധികം ഭീതി വിതച്ചിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ഒരു ആവർത്തനം എന്നോണം ദേ വരുന്നു 1665 ആയപ്പോഴത്തേക്കും പിന്നെയും പ്ലേഗ്. സോ ദിസ് വാസ് ദ വേഴ്സ്റ്റ് ഔട്ട്ബ്രേക്ക് ഓഫ് പ്ലേഗ് ഇൻ ഇംഗ്ലണ്ട് സിൻസ് ദ ബ്ലാക്ക് ഡെത്ത് ഓഫ് 1348. ലണ്ടൻ ലോസ്റ്റ് റഫ്ലി 15% ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ. ലണ്ടന് അതിൻ്റെ 15% പോപ്പുലേഷൻ, ജനസംഖ്യ നഷ്ടപ്പെട്ടു. ഈ ഒരു ഏരിയ മാത്രമല്ല അഫക്റ്റഡ് ആയത്, കൺട്രിയുടെ മറ്റുള്ള ഭാഗങ്ങളിലും ഒക്കെ തന്നെ പ്ലേഗ് വരികയും ആൾക്കാർ സഫർ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് കാണാം മോസ്റ്റ് വെൽത്തി പീപ്പിൾ ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, മെർച്ചൻസ്, അവരൊക്കെ എന്ത് ചെയ്തു? അവർ സിറ്റി വിട്ട് പോയി. ദേ ഫ്ലഡ് ദ സിറ്റി ആൻഡ് വി ക്യാൻ സീ ദ കിങ്, അദ്ദേഹം എന്താ ചെയ്തത്? ചാൾസ് സെക്കൻഡ് ആൻഡ് ഹിസ് കോർട്ടിയേഴ്സ് ദേ ലെഫ്റ്റ് ഇൻ ജൂലൈ ഫോർ ഹാംപ്ടൺ കോർട്ട്. ഹാംപ്ടൺ കോർട്ട് പാലസിലേക്ക് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? താമസം മാറ്റുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഓക്സ്ഫോർഡിലേക്ക് പോയി. ഈ ഒരു സമയത്ത് നടക്കേണ്ടിയിരുന്ന പാർലമെൻറ്റ് സെഷൻസ്, പാർലമെൻറ്റ് സിറ്റിംഗ് ഒക്കെ തന്നെ പോസ്റ്റ്പോൺ ചെയ്തു. അതേസമയം ഇതാണ് വെൽത്തി പീപ്പിളിൻ്റെയും കിങ്ങിൻ്റെയും അവസ്ഥയെങ്കിൽ, മറുവശത്ത് നമുക്കൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ കാണാം. ദ പൂവറസ്റ്റ് പീപ്പിൾ ദേ റിമൈൻഡ് ഇൻ ലണ്ടൻ വിത്ത് ദ റാറ്റ്സ് ആൻഡ് ദോസ് പീപ്പിൾ ഹു ഹാഡ് ദ പ്ലേഗ്. നമുക്കറിയാം പൂവറസ്റ്റ് പീപ്പിളാണ്, അവർക്ക് എങ്ങോട്ടും പോകാനില്ല, അല്ലേ? അവർക്ക് ഫിനാൻഷ്യലി വളരെയധികം കഷ്ടപ്പാടാണ്. സോ ദേ കനോട്ട് മൂവ് വേണം. അപ്പോൾ നമുക്ക് കാണാം അസുഖം കൊണ്ടുവരുന്ന ജീവികളാണ് ഈ റാറ്റ്സ്, എലികൾ. അവയ്ക്കൊപ്പവും അതുപോലെ തന്നെ അസുഖം ബാധിച്ചവർക്കൊപ്പവുമാണ് എന്ത് ചെയ്യുന്നത്? ഒരുപാട് ജനങ്ങൾ താമസിക്കേണ്ടി വന്നത്. അതായത് അവർക്ക് എങ്ങോട്ടും ഐസൊലേഷനിലോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു അസുഖത്തെ പ്രിവെൻറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കാനോ പോലും അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. സോ ഈ പുവറസ്റ്റ് ആയിട്ടുള്ള പീപ്പിൾ, വളരെ കോമൺ ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എന്ത് ചെയ്തു? ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അസുഖം ബാധിച്ചവരെയൊക്കെ എന്ത് ചെയ്യും? വാച്ച്മെൻ ലോക്ക്ഡ് ആൻഡ് കെപ്റ്റ് ഗാർഡ് ഓവർ ഇൻഫെക്റ്റഡ് ഹൗസസ്. അസുഖം ബാധിച്ചിട്ടുള്ള വീടുകളെ എന്ത് ചെയ്യും? അവയെ ലോക്ക്ഡൗൺ ചെയ്യുകയും അല്ലെങ്കിൽ അവയെ എന്ത് ചെയ്യുന്നു? പുറമേ നിന്ന് വാച്ച് ചെയ്യാനായിട്ട്, ഗാർഡ് ചെയ്യാനായിട്ട് വാച്ച്മെൻ വരികയും ചെയ്യും. ഈ മരിക്കുന്നവരെയൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ സെർച്ചേഴ്സ് ഉണ്ട്, പലയിടത്തും ആൾക്കാർ മരിച്ചു വീഴുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ സെർച്ചേഴ്സ് അവരെല്ലാം തപ്പിക്കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അവരുടെ ഡെഡ് ബോഡീസ് മറവ് ചെയ്യുന്നൊരു ജോലിയും കൂടി ഈ സെർച്ചേഴ്സിന് ഉണ്ടായിരുന്നു. സോ ഇത്തരത്തിൽ ലണ്ടൻ സിറ്റി ആകമാനം വളരെയധികം ദുരിതത്തിലായിപ്പോയി. ഓക്കെ, ഓൾ ട്രേഡ് വിത്ത് ലണ്ടൻ ആൻഡ് അതർ പ്ലേഗ് ടൗൺസ് വെർ സ്റ്റോപ്ഡ്. ഈ ഒരു പീരീഡ് നമുക്ക് കാണാം ലണ്ടനിൽ യാതൊരു വിധത്തിലുള്ള ട്രേഡ് ആക്ടിവിറ്റീസും നടക്കാനിടയില്ല. അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ട്രേഡേഴ്സും മെർച്ചൻസും ഒക്കെ വരുന്ന ഒരു ഏരിയയാണ് ലണ്ടൻ. പക്ഷേ ഇപ്പോഴോ എല്ലാം തന്നെ എന്ത് ചെയ്തു? ക്ലോസ് ഡൗൺ ചെയ്യേണ്ട അവസ്ഥ വന്നു. അതുപോലെ ഈ ലണ്ടൻ മാത്രമല്ല, അനുബന്ധ നഗരങ്ങളും എല്ലാം തന്നെ ലോക്ക്ഡൗൺ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയി. നമുക്ക് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലേ? കൊറോണ ടൈമിൽ നമ്മൾ അനുഭവിച്ചതാണ് അല്ലെങ്കിൽ നമ്മൾ കാണുന്നതാണ് നമ്മുടെ മുന്നിൽ, അല്ലേ? ലോക്ക്ഡൗണിൻ്റെ ഒരു എഫക്റ്റ് എന്താണ്, അസുഖം വന്നാലുള്ള അവസ്ഥ എന്താണ്. സോ ഇതിനേക്കാളും കുറച്ചുകൂടെ മാരകമായൊരു അവസ്ഥയായിരുന്നു പ്ലേഗ് വന്നപ്പോഴും. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം, കുറച്ച് പിക്ചേഴ്സ് കാണാം. ആൾക്കാർ മരിച്ചു വീഴുന്നതും അതിനെ എടുത്തുകൊണ്ട് പോകുന്നു, വണ്ടിയിലേക്ക് കയറ്റുന്നു, കൊണ്ടുപോയി അടക്കുന്നു, അല്ലേ? ഇത്തരം പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തൊരു ഒരു വലിയ ദുരന്തം ഏകദേശം ഒതുങ്ങിയപ്പോൾ ഇതാ വരുന്നു. ഗ്രേറ്റ് ഫയർ ഓഫ് 1666. 1666 ലണ്ടൻ നഗരത്തെ ഇതാ ഒരു ഗ്രേറ്റ് ഫയറും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വലിയൊരു തീപിടുത്തം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് വാസ് എ മേജർ conflagration that swept through the central parts of London from 2nd September to 7th September of 1666. ഓക്കെ, സെപ്റ്റംബർ 2 മുതൽ സെപ്റ്റംബർ 7 വരെയുള്ള തീയതികളിൽ 1666 ലണ്ടനെ തീ വിഴുങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ആദ്യമായിട്ട് ഈ ഒരു തീപിടുത്തം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നത് ദ ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് ടു ബി അഫക്റ്റഡ് വാസ് ലോവർ തേംസ് സ്ട്രീറ്റ്. അതായത് റിവർ തേംസ് ഉണ്ടല്ലോ, തേംസ് നദിയുടെ തീരത്താണ് ആദ്യമായിട്ട് ഇത് വരുന്നത്. ലോവർ റീജിയനിലാണ് ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നത്. പിന്നീട് ഇത് ഗ്രാജുവലി ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു സെൻട്രൽ ഹൃദയഭാഗത്തുള്ള എല്ലാ റീജിയൻസിലേക്കും പടർന്നു പിടിക്കുകയും ലണ്ടൻ നഗരത്തെ കത്തിച്ചാമ്പലാക്കുകയും ചെയ്തു. You can see this great fire destroyed over 13,200 houses, 87 parish churches, ഈവൻ സെൻറ്റ് പോൾസ് കത്തീഡ്രൽ, വളരെ ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രലാണ് സെൻറ്റ് പോൾസ് കത്തീഡ്രൽ, അതിനെപ്പോലും എന്ത് ചെയ്തു? ഈ ഒരു ഗ്രേറ്റ് ഫയർ വിഴുങ്ങി. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്സ് ഓഫ് ദ സിറ്റി അതോറിറ്റീസിൻ്റെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയൊക്കെ ബിൽഡിങ്സിനൊക്കെ തന്നെയും ഈ ഗ്രേറ്റ് ഫയർ
കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചു. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് ഡിസ്ട്രോയ്ഡ് ദ ഹോംസ് ഓഫ് 70,000 ഇൻഹാബിറ്റൻസ്. 70,000-ലധികം ആൾക്കാരുടെ ജീവിതം, അല്ലെങ്കിൽ അവരുടെ താമസം, അവരുടെ വീടുകളൊക്കെ തന്നെ എന്ത് ചെയ്തു, ഈ ഗ്രേറ്റ് ഫയർ കൊണ്ടുപോയി. ഓക്കെ, അവരുടെ എല്ലാം ജീവിതത്തെ താറുമാറാക്കിക്കൊണ്ട് ഈ ഗ്രേറ്റ് ഫയർ കടന്നു വന്നു. സോ ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് വളരെ പ്രശസ്തനായിട്ടുള്ള റൈറ്ററാണ് സാമുവൽ പെപ്പിസ്. അദ്ദേഹത്തിൻ്റെ ഡയറീസ് വളരെ ഫേമസ് ആണ്. ഈ ഒരു ഡയറിക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻസിഡൻറ്റ്, ഗ്രേറ്റ് ഫയർ എന്നൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അദ്ദേഹം വളരെ ഗ്രാഫിക് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, മൂവിങ് ഓൺ. നിങ്ങൾക്കിവിടെ പിക്ചേഴ്സ് കാണാം. ഓക്കെ, നിങ്ങൾക്കിവിടെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരുന്ന പിക്ചറിൽ കാണാമല്ലോ. സൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ കുറച്ച് റീജൻസിൽ മാത്രമേ ഫയർ ഉണ്ടായിരുന്നുള്ളൂ. മൺഡേ ആയപ്പോഴേക്കും കുറച്ചുകൂടെ റീജൻസിലേക്ക് ആ തീ പടർന്നു പിടിക്കുന്നു. പിന്നീട് അത് ഒരുപാട് റീജൻസിനെ കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു തീ എന്ത് ചെയ്യുന്നു, തീപിടുത്തം വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, മൂവിങ് ഓൺ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ചാൾസ് സെക്കൻഡ് റീനാണ് അല്ലേ. അപ്പോൾ ചാൾസിൻ്റെ വൈഫായിട്ടുള്ള കാതറിൻ ഓഫ് ബ്രഗാൻസ, ഷീ ബോർ നോ ലൈവ് ചിൽഡ്രൻ. സോ അവർക്ക് ജീവനുള്ളൊരു കുട്ടിയെ തന്നെ കിട്ടിയിട്ടില്ല. എല്ലാം അബോർഷനോ അല്ലെങ്കിൽ ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോവുകയോ അങ്ങനെയുള്ള ഈവൻറ്റ്സാണ് നടന്നിട്ടുള്ളത്. ബട്ട് ചാൾസ് അക്നോളജ്ഡ് അറ്റ്ലീസ്റ്റ് 12 illegitimate children by various mistresses. ഓക്കെ, വൈഫായിട്ടുള്ള കാതറിന് മക്കളില്ലെങ്കിലും ചാൾസിന് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് കുറച്ച് ചിൽഡ്രൻ ഉണ്ടായിരുന്നു. ഏകദേശം 12 ചിൽഡ്രൻ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഔട്ട് ഓഫ് മാരേജ് ജനിച്ചിട്ടുള്ള മക്കളാണ് ഇവർ. ചാൾസ് സഫേർഡ് എ സഡൻ അപ്പോപ്ലക്റ്റിക് ഫിറ്റ് ഓൺ ദ മോർണിംഗ് ഓഫ് 2 February 1685. 1685 ഒരു ദിവസം അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് അസുഖബാധിതനാവുകയും അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്തു. ദ സഡൻനെസ് ഓഫ് ഹിസ് ഇൽനെസ് ആൻഡ് ഡെത്ത് ലെഡ് ടു സസ്പിഷൻ ഓഫ് പോയിസൺ കാരണമാണോ അദ്ദേഹം മരിച്ചു എന്നൊരു സംശയ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും പിന്നീട് അതല്ല, യുറീമിയാണ്, അതൊരു കിഡ്നി ഡിസീസ് ആണെന്നുള്ള രീതിയിലേക്ക് അതൊരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് പോവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത്. അതായത് നെക്സ്റ്റ് സക്സസർ ആരാണ് അല്ലേ, നെക്സ്റ്റ് അധികാരത്തിൽ വരേണ്ടത് ആരാണ് എന്നുള്ള കാര്യത്തിലൊരു ചെറിയ ഡൗട്ട് ഉണ്ടാകുന്നു. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. അതായത് ചാൾസിൻ്റെ ഒരു ബ്രദർ ആയിട്ടുള്ള ജെയിംസ് സെക്കൻഡ് ആണോ അധികാരത്തിൽ വരേണ്ടത്, അല്ല ചാൾസിൻ്റെ മകനായിട്ടുള്ള ഒരു കുട്ടിയാണോ വരേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും വി ക്യാൻ സീ ജെയിംസ് സെക്കൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെബല്യൻ സ്റ്റാർട്ട് ചെയ്യുകയും ഹിസ് ആർമി ഈസിലി ഡിഫീറ്റഡ് ദ റെബല്യൻ. ഓക്കെ, അദ്ദേഹം റെബല്യൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതല്ല, അദ്ദേഹം ആ റെബല്യനെ അടിച്ചമർത്തുക, അദ്ദേഹത്തിനെതിരെയുള്ള ഒരു റെബല്യനെ അടിച്ചമർത്തുകയും ചെയ്യുന്നു 1685. ഓക്കെ, നമുക്ക് കാണാം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ചാൾസ് സെക്കൻഡിന് ശേഷം ജെയിംസ് സെക്കൻഡ് അധികാരത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു കാലയളവിലാണ് 1680s ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് കാണാം ഹിയർ വാസ് ദ ഫോർമേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. 2 പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. 2 factions developed in parliament. First was the Tories. Tories എന്ന് പറയുന്നത് they were the defenders of divine right monarchy and Anglicanism. ആംഗ്ലിക്കാനിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതുപോലെ കിങ്ങിൻ്റെ ഡിവൈൻ റൈറ്റ് ആയിട്ടുള്ള ഒരു മൊണാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ഡിഫൻഡേഴ്സാണ് ഇവർ ടോറീസ് എന്ന് പറയുന്നത്. അത് ഫൗണ്ട് ചെയ്ത് ടോറി പാർട്ടി ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഫൗണ്ട് ചെയ്യുന്ന ആരാണ്, ലോർഡ് ഡാൻബി എന്ന് പറയുന്ന ആളാണിത് ഫൗണ്ട് ചെയ്യുന്നത്. അതേസമയം വിഗ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ ദേ വർ ദ സപ്പോർട്ടേഴ്സ് ഓഫ് പാർലമെൻ്ററി മൊണാർക്കി ആൻഡ് റിലീജിയസ് ടോളറേഷൻ. ഇവർ പാർലമെൻറ്റിൻ്റെ ആ ഒരു മൊണാർക്കിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇതിനെ ഫോം ചെയ്യുന്ന ആരാണ്, ആൻ്റണി ആഷ്ലി കൂപ്പർ എന്ന് പറയുന്ന ആളാണ് വിഗ്സ് പാർട്ടി ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ടോറീസും വിഗ്സും ഈ 2 ഗ്രൂപ്പ് നിങ്ങൾ മറക്കാതിരിക്കുക കേട്ടോ. മൂവിങ് ഓൺ. നിങ്ങൾക്കിവിടെ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഓക്കെ, മൂവിങ് ഓൺ. ജെയിംസ് സെക്കൻഡ് ഒരു റൂളിംഗ് പീരീഡ് നമ്മളിനി കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ജെയിംസ് സെക്കൻഡ് അദ്ദേഹം വരുന്നു 1685. 1688 വരെ അദ്ദേഹമാണ് ഭരിച്ചത്. ആൻഡ് ഹി ഡിഡ് സക്സീഡ് ഹിസ് ബ്രദർ ചാൾസ് സെക്കൻഡ് അല്ലേ. ജെയിംസസ് കാത്തലിസൈസിങ് പോളിസീസ് മെയ്ഡ് ഹിം ഇൻക്രീസിംഗ്ലി അൺപോപ്പുലർ. നമുക്കറിയാം ആംഗ്ലിക്കാനിസമാണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്തിരുന്നത് അല്ലേ ചാൾസ് സെക്കൻഡ് പീരീഡിൽ. പക്ഷേ ഇതാ ജെയിംസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, കത്തോളിസിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, റോമൻ കത്തോളിസിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇത്തരത്തിൽ കാത്തലിക് ആയിട്ടുള്ള ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു കിങ് ആയിരുന്നു. ഈ ഒരു സമയത്ത് ജെയിംസിന് ഒരു മകൻ ജനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് ഫ്രാൻസിസ് എഡ്വേർഡ് എന്നാണ്. സോ എല്ലാവരും കരുതിയത് ദ ബർത്ത് ഓഫ് ജെയിംസ് സെക്കൻഡ്സ് മെയിൽ എയർ മെയ്ഡ് എ കണ്ടിന്യൂവേഷൻ ഓഫ് കാത്തലിക് റൂൾ മോർ ലൈക്ലി. അങ്ങനെയാണ് ജനങ്ങളൊക്കെ വിചാരിച്ചത്. പക്ഷേ വി ക്യാൻ സീ എ ഗ്രൂപ്പ് ഓഫ് പ്രോമിനൻറ്റ് പ്രൊട്ടസ്റ്റൻസ് ഇൻവൈറ്റഡ് ജെയിംസസ് ഡച്ച് പ്രൊട്ടസ്റ്റൻറ്റ് സൺ ഇൻ ലോ വില്യം ഓഫ് ഓറഞ്ച്,
who was married to James's eldest daughter Mary. ഓക്കെ, അപ്പോൾ മേരി എന്ന് പറയുന്നത് ജെയിംസ് സെക്കൻഡിൻ്റെ മകളാണ്, മൂത്ത മകളാണ്. ജെയിംസ് സെക്കൻഡിൻ്റെ മൂത്ത മകളായിട്ടുള്ള മേരിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഡച്ചുകാരനായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് വില്യം ഓഫ് ഓറഞ്ച് എന്നാണ്, വില്യം. ഓക്കെ, അപ്പോൾ വില്യവും മേരിയും നമ്മുടെ രംഗപ്രവേശം ഇവിടെ ഈ ഒരു സിനാരിയോയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നു. വി ക്യാൻ സി ഇവിടുത്തെ ജനങ്ങൾ, ഇംഗ്ലണ്ടിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോമിനൻ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വില്യമിനെ ഇംഗ്ലണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജെയിംസ് സെക്കൻഡിന് ഓടിക്കണം, പകരം ആര് വരണം? വില്യമും മേരിയും അധികാരത്തിലേക്ക് വരണം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? വില്യം ഡ്യൂലി ഇൻവേഡഡ് ഇൻ 1688, ജെയിംസ് ഫ്ലെഡ്. ഈ ഒരു സമയത്ത് വില്യം അധികാരത്തിലേക്ക് വരികയും നമുക്ക് കാണാം ജെയിംസ് എന്ത് ചെയ്യുന്നു, നാട് വിട്ട് പോകേണ്ടി വരികയും ചെയ്യുന്നു. അങ്ങനെ വില്യം ആൻഡ് മേരി വെയർ ക്രൗൺഡ് ഫോളോയിങ് ഇയർ. നെക്സ്റ്റ് വരുന്ന ഇയറിൽ എന്ത് ചെയ്യുന്നു, വില്യവും മേരി അധികാരത്തിലേക്ക് വരുന്നു. ഓക്കെ, സോ ഇത്തരത്തിൽ നിങ്ങൾക്കൊരു പിക്ചർ കാണാം അല്ലേ. ഇവിടെ നിങ്ങൾ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ വേണ്ടി കാണുന്നതാണ് ജെയിംസ് സെക്കൻഡ്. തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു വില്യം മേരി അവരുടെ ഒരു കൊറോണേഷൻ്റെ ഒരു പിക്ചർ കാണാം. ഇവിടെ ഗ്ലോറിയസ് റെവല്യൂഷൻ്റെ ഒരു പിക്ചർ കാണാം. ഗ്ലോറിയസ് റെവല്യൂഷൻ അതെന്താണെന്ന് ഉടനെ തന്നെ പറയാം. ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ റെവല്യൂഷൻ ഓഫ് 1688 ഓർ ദ ബ്ലഡ്ലെസ് റെവല്യൂഷൻ. രക്തരഹിത വിപ്ലവം എന്നും മഹത്തായ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഒരു വിപ്ലവത്തെയാണ്, 1688 ഈ ഒരു കലാപത്തെയാണ്. ഓക്കെ, അതായത് ഇറ്റ് വാസ് ദ അറ്റംപ്റ്റ് ഓഫ് ചാൾസ് ബ്രദർ ജെയിംസ് സെക്കൻഡ് ടു അസേർട്ട് അബ്സല്യൂട്ട് പവർ ടു ദ സോ കോൾഡ് ഗ്ലോറിയസ് റെവല്യൂഷൻ. ഇത് 1688 മുതൽ 1689 വരെ പീരീഡ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തിലാണ് നമുക്ക് കാണാം വില്യം തേർഡ് അഥവാ വില്യം ഓഫ് ഓറഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, ജെയിംസിനെ എന്ത് ചെയ്യുന്നുണ്ട്, റീപ്ലേസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ വില്യം ഇൻവേഡ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജെയിംസ് ഫ്ലെഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു രക്തച്ചിരിച്ചിലോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ അധികാര കൈമാറ്റം നടന്നു. സോ വി ക്യാൻ സി ജെയിംസ് സെക്കൻഡ് വാസ് പീസ്ഫുള്ളി റീപ്ലേസ്ഡ് ബൈ വില്യം തേർഡ് ആൻഡ് ജെയിംസസ് പ്രൊട്ടസ്റ്റന്റ് ഡോട്ടർ മേരി. Thus the basic principles of the constitutional monarchy was established. Okay, ഇതാണ് വില്യം ആൻഡ് മേരി. Mary II was Queen of England, Scotland and Ireland, co-reigning with her husband King William III from 1689 മുതൽ ഇവരാണ് ഭരിക്കുന്നത്. until her death. പുള്ളിക്കാരി മരിക്കുന്നത് 1694 1689 മുതൽ 1694 വരെയുള്ള ഒരു പീരീഡിൽ മേരിയും വില്യവും ഒരുമിച്ച് രാജ്യം ഭരിക്കുന്നു. ഓക്കെ, ഒരു കോ-റീനിങ് ആണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് 1694 ആയപ്പോഴത്തേക്കും നമുക്കറിയാം മേരി മരിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യുന്നു, വില്യം ഒറ്റയ്ക്ക് ഭരണം കണ്ടിന്യൂ ചെയ്യുന്നു. അവസാനം 1702 ആയപ്പോഴേക്കും അദ്ദേഹവും മരിച്ചു പോകുന്നു. ഓക്കെ, വില്യം റൂൾഡ് ടിൽ 1702. ആൻഡ് വി ക്യാൻ സീ ഇൻ ദ പോപ്പുലർ ഹിസ്റ്ററീസ് യൂഷ്വലി ഈ ഹിസ്റ്ററീസ് എങ്ങനെയാണ് റെഫർ ചെയ്തതെന്ന് വെച്ചാൽ ദർ ജോയിൻറ്റ് റീൻ, ഇറ്റ് ഈസ് നോൺ ആസ് വില്യം ആൻഡ് മേരിയുടെ ജോയിൻറ്റ് റീൻ ആണ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു പീരീഡിൽ പ്രധാനമായിട്ടും കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് ദ ബിൽ ഓഫ് റൈറ്റ്സ്. ഓക്കെ, പ്രധാനമായിട്ടും കൊണ്ടുവന്നൊരു നിയമനിർമ്മാണമായിരുന്നു ദ ബിൽ ഓഫ് റൈറ്റ്സ്. എന്താണിതെന്ന് നോക്കാം. ഇറ്റ് ഗ്രേറ്റ്ലി ലിമിറ്റഡ് ദ റോയൽ പവർ. സോ ദിസ് പെർട്ടിക്കുലർ ലോ greatly limited the royal power and it tried to broaden the constitutional law. It broadened the constitutional law. And also we can see it granted parliamentary control of finances and the army. Also we can see it prescribed the future line of royal succession, declaring that no Roman Catholic would ever be sovereign of England. Okay, ഇതാണ് ഇതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. അതായത് ഇംഗ്ലണ്ടിൻ്റെ ത്രോണിലേക്ക് ഇനി ഒരിക്കലും ഒരു റോമൻ കാത്തലിക് വരാൻ പാടില്ല സക്സസറായിട്ട് എന്നുള്ള രീതിയിലാണ് ഇവർ ഈ ഒരു നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റോയൽ പവേഴ്സിനെ എന്ത് ചെയ്യുന്നു, കർവ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നെക്സ്റ്റ് ഒരു റൂളറായിട്ട് വരുന്നയാൾ എന്താവാൻ പാടില്ല, ഒരു റോമൻ കാത്തലിക് ആവാൻ പാടില്ല എന്നുള്ള രീതിയിലുമാണ് ഇവിടെ ഒരു നിയമനിർമ്മാണം നടന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാം മേരി മരിച്ചു പോകുന്നുണ്ട് അല്ലേ. അതിനുശേഷം നമുക്ക് കാണാം ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് വരുന്നുണ്ട്. ദ ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് പാസ്ഡ് ഇൻ 1701. സോ ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് റീഇൻഫോഴ്സിങ് ഓഫ് ദ ബിൽ ഓഫ് ദ റൈറ്റ്സ്. ദ ബിൽ ഓഫ് റൈറ്റ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുകയാണ് അല്ലേ. 1689 വില്യം ആൻഡ് മേരി ഒരുമിച്ച് കൊണ്ടുവന്ന ബിൽ ഓഫ് റൈറ്റ്സിനെ ഇവിടെ ഒരു പുതിയ രീതിയിൽ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കുന്നു. അതാണ് ദ ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ്.
അപ്പോൾ എന്താണ് ഈ ഒരു ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എയിം എന്ന് വെച്ചാൽ ദ മെയിൻ എയിം ഓഫ് ദിസ് ലെജിസ്ലേഷൻ വാസ് ടു എൻഷുർ എ പ്രൊട്ടസ്റ്റന്റ് സക്സഷൻ ടു ദ ഇംഗ്ലീഷ് ത്രോൺ. ഇംഗ്ലീഷ് ത്രോണിലേക്ക് ആര് തന്നെ വരണം, ഒരു പ്രൊട്ടസ്റ്റന്റ് റൂളർ തന്നെ വരണം എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കാണാം 1701 ഈ ഒരു റൂൾ വരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ലോ വരുന്നു. പിന്നീട് ഇത് 1707 ആയപ്പോഴേക്കും ആക്ട് ഓഫ് യൂണിയന് ശേഷം ഈ ഒരു ആക്ട്, അതായത് നമ്മൾ ഈ പറഞ്ഞ ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്കോട്ട്ലൻഡിലേക്ക് വ്യാപിക്കുന്നുണ്ട്. ആക്ട് ഓഫ് യൂണിയൻ എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അല്ലേ, ആ ഒരു ആക്റ്റാണ് ആക്ട് ഓഫ് യൂണിയൻ, അത് നമ്മളിത് പറയും. അപ്പോൾ ഈ ഒരു ആക്ട് ഓഫ് യൂണിയന് ശേഷം ഇംഗ്ലണ്ടിൽ മാത്രം ഉണ്ടായിരുന്ന ഈ ലോ എവിടേക്കും കൂടെ വ്യാപിക്കും, സ്കോട്ട്ലൻഡിലേക്കും കൂടെ വ്യാപിക്കും. ഓക്കെ, ആ ഒരു ക്ലോസ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ്. മനസ്സിലായോ? ഇനി അടുത്ത് വരുന്നു, അതായത് 1701 വില്യമും മരിച്ചതിന് ശേഷം അധികാരത്തിൽ വരുന്നതാണ് ക്വീൻ ആൻ. Okay, the Act of Settlement in 1701 ensured the succession of Mary's sister, Queen Anne, and ultimately the Protestant succession of the House of Hanover, rather than James II, his son, or any other Catholic claimant. Okay, അതായത് ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടുള്ള റൂളറാണ് നെക്സ്റ്റ് വരാനുള്ളത്. അപ്പോൾ അതായത് മേരിയുടെ സിസ്റ്റർ ആയിട്ടുള്ള ആനിന് വേണ്ടിയിട്ട് ആണ് ഈ ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ്. This was all the more necessary since none of Anne's 18 children reached maturity. ക്വീൻ ആനിന് 18 കുട്ടികളുണ്ടായിരുന്നു, 18 മക്കളുണ്ടായിരുന്നു. പക്ഷെ അവരാരും തന്നെ എന്ത് ചെയ്തില്ല, ഒരു മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തില്ല. ബിക്കോസ് അവർ പലരും എന്ത് ചെയ്തു, കുഞ്ഞിലേ തന്നെ മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഇവരാരും തന്നെ ഒരു സക്സസർ എന്ന നിലയിൽ വളർന്നു വന്നിട്ടില്ല. During her reign, Anne favored moderate Tory politicians who were more likely to share her Anglican religious views than their opponents Whigs. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ്, ടോറീസും വിഗ്സും. അപ്പോൾ ഇവിടെ ക്വീൻ ആൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ടോറി പാർട്ടിയാണ്, അല്ലെങ്കിൽ ടോറി പൊളിറ്റീഷ്യൻസിനെയാണ് അവർ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ബിക്കോസ് ഷീ വാസ് ഇൻ ഫേവർ ഓഫ് ആംഗ്ലിക്കൻ റിലീജിയസ് വ്യൂസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വീൻ ആൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം ആക്ട് ഓഫ് യൂണിയൻ്റെ ഒരു പിക്ചറാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓക്കെ, ഇനി എന്താണ് ആക്ട് ഓഫ് യൂണിയൻ നോക്കാം. ആക്ട് ഓഫ് യൂണിയൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ the year 1707. It was a treaty that affected the union of England and Scotland under the name of Great Britain. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന പേരിന് കീഴിലായിട്ട് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും ഒന്നിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു യൂണിയനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആക്റ്റാണ് ആക്ട് ഓഫ് യൂണിയൻ എന്ന് പറയുന്നത്. നമുക്കറിയാം 1603 മുതൽ തന്നെ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും സെയിം മൊണാർക്കിന് കീഴിലാണ് വന്നിരുന്നത് അല്ലേ, അവരൊരു മൊണാർക്കിന് കീഴിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 1703, 1704 ഒരു പീരീഡ് ആയപ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ആൻഡ് ഇൻ്റർനാഷണൽ ടെൻഷൻ പ്രൊവോക്ഡ് എ ഡേഞ്ചറസ് ലെജിസ്ലേറ്റീവ് വാർഫെയർ ബിറ്റ്വീൻ ദ സെപ്പറേറ്റ് പാർലമെൻറ്റ്സ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് സ്കോട്ട്ലൻഡ്. സോ ബോത്ത് സൈഡ്സിൽ നമുക്ക് കാണാം ബോർഡർ സ്റ്റേറ്റ്സ്മെൻ വെയർ ബിഗിനിങ് ടു റിയലൈസ് ദാറ്റ് ആൻഡ് ഇൻകോപ്പറേറ്റിംഗ് യൂണിയൻ ഓഫേർഡ് ദ ഒൺലി mutually acceptable solution to a problem that has suddenly became urgent. So പാർലമെൻറ്റ്സിലുണ്ടായ ഒരു പ്രശ്നമാണ് ഈ ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും തമ്മിൽ എന്ത് ചെയ്യാം, വേർപിരിഞ്ഞ് പോയേക്കാം അല്ലെങ്കിൽ പരസ്പരം തമ്മിൽ അടിച്ചേക്കാം എന്നൊരു സ്ഥിതി വന്നപ്പോഴേക്കും എന്ത് ചെയ്തു, ഈ ഒരു ആക്ട് ഓഫ് യൂണിയൻ കൊണ്ടുവരികയും സെയിം ഒരു രാജ്യം എന്നുള്ള രീതിയിലേക്ക്, ഗ്രേറ്റ് ബ്രിട്ടൻ എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഓക്കെ, അതാണ് ആക്ട് ഓഫ് യൂണിയൻ. ഇത് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ബാക്കി എന്തൊക്കെ ചേഞ്ചസ് ആണ് ക്വീൻ ആൻ്റെ ടൈമിൽ ഇംഗ്ലണ്ടിൽ നടന്നതെന്നാണ് കാണാൻ പോകുന്നത്. നമുക്കറിയാം ക്രിക്കറ്റ് വാസ് എ ന്യൂ ഗെയിം ദാറ്റ് എമേർജ്ഡ് ഡ്യൂറിങ് ക്വീൻ ആൻഡ്സ് പീരിയഡ്. പിന്നെയോ നമുക്കറിയാം കോഫി ഹൗസസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലേ, കോഫി ഹൗസസ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതും ഈ ഒരു പീരീഡിലാണ്. നമുക്കറിയാം ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെയധികം ഒരു സമാധാനവും ഹാർമണിയൊക്കെ കൊണ്ടുവരുന്നൊരു പീരീഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പീരീഡ് നമ്മൾ വിളിക്കുന്നത് ആൻ ഒയാസിസ് ഓഫ് പീസ് ആൻഡ് ഹാർമണി എന്നാണ് ക്വീൻ ആൻഡ് പീരീഡിനെ. അതുപോലെ തന്നെ സമാധാനമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അക്കാഡമിക്കായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസിനൊക്കെ സ്കോപ്പ് ഉണ്ട് അല്ലേ. സോ ഹിയർ ഒരുപാട് ഡിസ്കവറീസ് ആൻഡ് ഇന്നൊവേഷൻസ് അല്ലേ, അതൊക്കെ തന്നെ വരികയും ഇറ്റ് ട്രാൻസ്ഫോംഡ് സയൻസ്, ആർക്കിടെക്ചർ ആൻഡ് എവറി ഡേ ലൈഫ്. അപ്പോൾ എന്തായാലും നമുക്കറിയാം ക്വീൻ ആൻ്റെ ഭരണമാണ് നമ്മൾ ഈ കണ്ടത് അത്രയും. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ബൈ 1714 നമുക്കറിയാം ക്വീൻ ആൻ്റെ ഡെത്ത് നടക്കുന്നുണ്ട്. അതോടുകൂടി സ്റ്റുവേർട്ട് റൂൾ കെയിം ടു ആൻ എൻഡ്. 1714 ക്വീൻ ആൻ മരിക്കുകയും അതോടുകൂടി സ്റ്റുവേർട്ട് ഈറ അല്ലെങ്കിൽ സ്റ്റുവേർട്ട് പീരീഡ്, സ്റ്റുവേർട്ട് റൂൾ അതോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു. സോ ഇതോടുകൂടി എന്ത് ചെയ്തു, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിന് ശേഷം എന്ത് സംഭവിച്ചു,
ക്വീൻ ആൻ മരിച്ചതിന് ശേഷം സ്റ്റുവേർട്ട് ഇയർ അവസാനിച്ചു. അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ഐക്കനോട് എനേബിൾ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും ഫീഡ്ബാക്സും ഇതുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാവിധ സജഷൻസും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.